മുണ്ടക്കൈയിൽ മാത്രം 200ഓളം വീടുകളുണ്ടായിരുന്നു. അതിൽ 5ഓ 6ഓ വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്രത്തോളം വലിയൊരു ആഘാതം, ഒരു ദുരന്തമാണ് ആ പ്രദേശത്തെ ഒറ്റയടിക്ക് തുടച്ചു നീക്കിപ്പോയതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ആകാശ ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ ഒരു തെളിവാണ്. ഒരു നാടിൻ്റെ മേൽവിലാസവും ഭൂമിശാസ്ത്രവും ആകെ തിരുത്തി എഴുതപ്പെട്ട ദിവസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കമലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കമൽ, ഈ മുണ്ടക്കൈയിലേക്ക് ഇന്ന് രക്ഷാപ്രവർത്തകർ 6 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ആണ് പറഞ്ഞത്. അതിനുള്ള അവിടേക്കൊക്കെ ആളുകൾ എത്തി തുടങ്ങിയോ? അവര് പോയി അവിടെ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകാൻ തുടങ്ങിയോ? ആര്യ, ഇതുവരെ മുണ്ടക്കൈയിലേക്കുള്ള ആളുകൾ പോയി തുടങ്ങിയിട്ടില്ല. ഈ ബെയിലി പാലത്തോടൊപ്പം തന്നെ മറ്റൊരു താൽക്കാലിക പാലം, നടന്നു പോകാവുന്നൊരു പാലം കൂടി പുഴയ്ക്ക് പുറകെ സൈന്യം നിർമ്മിക്കുന്നുണ്ട്. അത് ഏതാണ്ട് പൂർത്തിയാകുന്നു. അത് ഈ ഫ്രെയിമുകളിൽ പ്ലാറ്റ്ഫോം ഉറപ്പിച്ചുള്ള ഒരു പാലമാണ്. നേരത്തെ ഉണ്ടാക്കിയ താൽക്കാലിക പാലം എന്ന് പറയുന്നത് പുഴയ്ക്ക് തൊട്ടുമുകളിലൂടെ, ജലനിരപ്പിന് തൊട്ടുമുകളിലൂടെ ചെറിയ രീതിയിലുള്ള പാലമാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഇന്നലെ പലപ്പോഴും മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി ബലമുള്ള ഇരുമ്പ് ഫ്രെയിമുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു നടപ്പാലം നിർമ്മിക്കുന്നുണ്ട്. അത് ഈ ബേലി പാലത്തിന് തൊട്ട് താഴെയാണ്. അത് ഏറെക്കുറെ പൂർത്തിയാകുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഇന്നലെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണ്ടമായിരുന്നു പുഴയുടെ മറുകരയിലേക്ക് കടക്കാൻ. ഇന്ന് പക്ഷേ നടന്നുള്ള യാത്ര രാവിലെ തന്നെ സുഗമമാകും. ഒരു 2 പേർക്കൊക്കെ ഒരേ സമയം ഒരുമിച്ച് കടന്നു പോകാവുന്ന രീതിയിലുള്ള നടപ്പാലമാണ് അവിടെ ഒരുക്കുന്നത്. ആ നടപ്പാലം റെഡിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തകർക്ക് മറുകരയിലേക്ക് കടക്കുന്ന കാര്യത്തിൽ ഇന്നലത്തെ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതും ഇന്ന് തെരച്ചിൽ സുഗമമാക്കാനുള്ള ഒരു നടപടിയാണ്. എന്തായാലും ആരും പുറപ്പെട്ടിട്ടില്ല, മുണ്ടക്കൈയിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല. വെളിച്ചം വീഴുന്നതേയുള്ളൂ. ചൂരൽമലയിൽ നേരിയ മഞ്ഞും കോടമഞ്ഞും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തകരും സൈന്യത്തിൻ്റെ ആളുകളുമൊക്കെ മുണ്ടക്കൈയിലേക്ക് യാത്രയാകും. പാലം കടന്നാലും ഏതാണ്ട് 2 കിലോമീറ്ററോളം നടന്നു വേണം മുണ്ടക്കൈയിൽ എത്താൻ. അവിടെ എത്തി ഇന്നലത്തെ തെരച്ചിലിൻ്റെ തുടർച്ചയായിരിക്കും ഇന്ന് നടത്തുക. ഏതാനും എക്സ്കവേറ്ററുകൾ അവിടെ എത്തിയിട്ടുണ്ട് പുഴ കടന്നൊക്കെ. അവയുപയോഗിച്ചുള്ള തെരച്ചിലും ഇന്ന് നടക്കും. എന്തായാലും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഓരോ ദിവസം കൂടുന്തോറും അത് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ മുണ്ടക്കൈയിൽ ആളുകൾ എത്തിയതോടെയാണ് അവിടെ എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലായത്. എന്തായാലും ഇനി അട്ടമലയിൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇവിടെ നിന്നൊക്കെ ഒഴുകിയെത്തിയ വെള്ളവും കല്ലുകളും മരങ്ങളും ഒക്കെ ഈ അട്ടമലയെയും ഇവിടെ ഒരു ഭാഗത്തെയും തുടച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അവിടേക്കും എന്തായാലും തെരച്ചിൽ സംഘം എത്തേണ്ടതുണ്ട്. അങ്ങോട്ടുള്ള റോഡ് ഈ പാലം കടന്ന് നേരെ മുണ്ടക്കൈക്ക് പോകുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞാണ് അട്ടമലയിലേക്ക് പോകേണ്ടത്. അങ്ങോട്ടുള്ള റോഡ് പലയിടത്തും ഈ പുഴയോരത്തു കൂടിയാണ്. ആ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ടോ എന്ന വ്യക്തമല്ല. ഗതാഗതം അങ്ങോട്ട് സാധിക്കുമോ പാലം പൂർത്തിയായാലും എന്നുള്ള കാര്യത്തിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ടോ എന്നൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഒരു KSRTC ബസ് ഉൾപ്പെടെ ആ അട്ടമല റോഡിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇവിടെ തലേന്ന് രാത്രി കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വന്ന ബസ്സടക്കം അട്ടമല റോഡിലാണ് കുടുങ്ങിക്കിടന്നിരുന്നത്. എന്താണെങ്കിലും പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി അട്ടമലയിലേക്ക് കൂടി പോകാൻ സാധിക്കും. അങ്ങോട്ടുള്ള ഗതാഗതം കൂടി തുറക്കും എന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും രക്ഷാപ്രവർത്തകർ അല്പസമയത്തിനുള്ളിൽ തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് യാത്ര തിരിക്കും. പുതിയ നടപ്പാലത്തിൻ്റെ, താൽക്കാലിക നടപ്പാലത്തിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. ആര്യ, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് കമൽ, അതായത് വൈകിട്ടൊക്കെ ആ പാലം ഈ കുത്തൊഴുക്കിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടായിരുന്നു പുഴയിൽ. അപ്പം ആ പാലം മുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇപ്പം ഈ നിർമ്മിക്കുന്ന താൽക്കാലികമായ പാലം അതിനെ കൂടി അതിജീവിക്കുമോ? ആര്യ, ആ പാലം കുറച്ചുകൂടി ഉയരത്തിലാണ്, കുറച്ചുകൂടി ബലമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രശ്നം ഇന്നുണ്ടാകുകയില്ല. പക്ഷേ കനത്ത മഴ പെയ്താൽ അതിന് മുകളിലൂടെ വെള്ളമൊഴുകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. എന്തായാലും ഇന്നലത്തേക്കാൾ സുരക്ഷിതമായൊരു നടപ്പാലം, കുറച്ചുകൂടി ബലമുള്ളതും കുറച്ചുകൂടി ഉയരത്തിലുള്ളതുമായ ഒരു നടപ്പാലമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അല്പസമയം കൊണ്ട് തന്നെ അത് പൂർത്തിയാകും. അതോടെ രക്ഷാപ്രവർത്തകർക്ക് സുഗമമായി അങ്ങോട്ട് പോകാൻ കഴിയും. അതാണ് ഇന്ന് ഏതാണ്ട് രാവിലെ തന്നെ ആ വഴി രക്ഷാപ്രവർത്തകർക്ക് കടന്നു പോകാൻ ആകും എന്നാണ് കരുതുന്നത്. പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ്.
ആര്യ, കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്, കൂടുതൽ യന്ത്രസാമഗ്രികൾ ആവശ്യമുണ്ട്. മുണ്ടക്കൈയിലേക്ക് അതിനുള്ള സംവിധാനങ്ങളാണ് ചൂരൽമലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്, കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടൊക്കെ പോയി. പിന്നെ എനിക്ക് കുടുംബങ്ങളുള്ളതൊക്കെ മുണ്ടക്കൈയാണ്. അവര് എല്ലാവരും പോയി. അവര് ഇതിൽ 2 ആളെ കിട്ടിപ്പോ, ബാക്കിയുള്ളവരെയൊന്നും കിട്ടിയില്ല. 6-7 പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ വീടുമില്ല, സ്ഥലവുമില്ല, ജോലിക്കൊന്നും പോയിട്ടും ജീവിക്കാനുള്ള കഴിവുമില്ല. ഇപ്പൊ 2ാമത്തെ ബോട്ടിന് വീടും ഞാനൊക്കെ അടക്കം ഒന്നിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവര് വാതിൽ പൊളിച്ചിട്ടാണെങ്കിലും എന്റെ ജീവൻ അവര് രക്ഷിച്ചു.